وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയിരിക്കുന്നു. തീർച്ചയായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു എന്നും നീ പറയുക. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പച്ച കള്ളം പറഞ്ഞപ്പോ ധൈര്യത്തോടെ നമ്മൾ ആവശ്യപ്പെട്ടു അത് കാണിക്കാൻ. ഇവര് പറഞ്ഞു മരിച്ചാലും കാണിക്കൂല. കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മഹാനായ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, സയകൂനു ഫീ ആഖിരിസ് സമാൻ, അവസാന കാലങ്ങളിൽ വരും ദജ്ജാലൂന കദ്ദാബൂന, പച്ച കള്ളം പറയുന്നവർ, കളവ് മാത്രം പറയുന്നവർ രംഗത്ത് വരുമെന്ന് ത്വഹ റസൂലുള്ളാഹി. അതിന്റെ ഉദാഹരണമാണ് ഇവർ. എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ തയ്യാറായി, ടേപ്പ് എടുത്ത് കാണിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല, കളവാന്നോൽക്ക് ഉറപ്പാ. കള്ളന്മാരാന്ന് മനസ്സിലായില്ലേ? ഞാൻ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞെന്താരോ, ഇനിയെങ്കിലും പഠിച്ചോ. നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നാ. ഒരു മലയാളം പഠിച്ചിട്ടില്ല, അറബിയും പഠിച്ചിട്ടില്ല. മഹാന്മാരോടുള്ള ഇടതേട്ടം ശിർക്കായതിന്റെ കാരണം എന്താണ്? ഇസ്തിഗാസ ശിർക്കായതിന്റെ, ഇതും കൂടി ഇവരോട് ചോദിക്കേണ്ടി വന്നല്ലോ. മഹാന്മാരോടുള്ള ഇടതേട്ടം ശിർക്കായതിന്റെ കാരണം എന്താണ്? ഇസ്തിഗാസ ശിർക്കായതിന്റെ, ഇതും കൂടി ഇവരോട് ചോദിക്കേണ്ടി വന്നല്ലോ. മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ പറയാൻ, എന്നിട്ട് ഓതിയത് ഇൻ തദൂഹും, വെല്ലുവിളിക്കുന്നു ഞാൻ അതല്ലേ വ്യവസ്ഥയിൽ ഞങ്ങൾ എഴുതിയത്. കേട്ടോ, ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ല. ഇത് ഞങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയതല്ലേ. ഇൻ തദൂഹും, അപ്പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ആ പ്രാർത്ഥന അല്ല, അഭൗതിക മാർഗത്തിലൂടെ. അതാ ചോദ്യം. എന്നിട്ട് പിന്നെ ഓതിന ആയത്തന്നെ എവിടെ പോയി നിങ്ങളെ കഥ? ഞാൻ പറഞ്ഞല്ലോ, ആ ആയത്ത് എന്താന്നാ ചർച്ച. ആ ആയത്ത് ഞങ്ങൾ പറയുന്ന ഇസ്തിഗാസയാണ് എന്നതിന്റെ കാരണം എന്താന്നാ ചോദ്യം. അതിന് പിന്നെ ആയത്തന്നെ ഓതുക. എന്താണ് നിങ്ങൾ ഇങ്ങനെ നബി ഇമാമിന് തിരിഞ്ഞില്ല ഈ ആയത്ത്? നിങ്ങൾ വേണമെങ്കിൽ അള്ളാഹുവിനെ മുശ്രിക്കാക്കും. ഇത് കണ്ടോ നിങ്ങള്? ഇതിൽ നിങ്ങളെ സുല്ലമി പറയുകയാണ്, മൊയ്തീൻ സുല്ലമി. സലാം സുല്ലമി പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉണ്ടെങ്കിൽ അവിടെ ചെറുക്കാന്ന് പറയാൻ തുടങ്ങി. ഇരിക്കട്ടെ. ഇതെന്താണെന്നറിയോ? ഇതിൽ നിങ്ങൾ ശബാബിൽ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിഅമത്ത് റഹ്മത്ത് എന്ന വിശേഷണം പറഞ്ഞാൽ അവൻ മുശ്രിക്കാകുന്നു. അള്ളി മുശ്രിക്ക പറയണം നിങ്ങൾ. അള്ളാന്റെ പേരിലും ശിർക്കായോ? ഖുർആനിൽ ശിർക്കുണ്ടോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ. നിങ്ങളെ ശിർക്ക് പറ്റും പോവും. കേട്ടോ, വായിച്ചു തരാ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ബറക്കത്തിന് 3 പര്യായ പദങ്ങളുണ്ട്. ബറക്കത്ത വിഷയം പഠിക്കണ്ട. റഹ്മത്ത്, ഫദ്ല്, നിഅമത്ത് ഇവയൊക്കെ അള്ളാഹിന്റെ വിശേഷണങ്ങൾ പെട്ടതാണ്. ഇത്തരം വിശേഷണങ്ങൾ നബിക്കോ അവിടുത്തെ തിരുശേഷിപ്പുകൾക്കോ വകവെച്ചു കൊടുക്കൽ ശിർക്കാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? ലോക മുസ്ലിമീങ്ങളോട് ഞങ്ങളെ ചോദ്യമാണ്. ഇവരെല്ലാവരും മുശ്രിക്കാക്കിന്, എല്ലാവരും ലാസ്റ്റ് ഖുർആനും ശിർക്കാ. എന്നിട്ട് നിങ്ങൾ അടിവരയിട്ട് പറയുന്നു ആ ദുആ ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ദുആ അല്ല ഞങ്ങളെ വാദം, ആ ദുആ ആണ് ഞങ്ങളെ വാദം. എങ്കിൽ അതിന്റെ കാരണം എന്ത്? മലയാളത്തിൽ ചോദിച്ച് കാരണം ചോദിച്ചാൽ പിന്നെ ആയത്തന്നെ ഓതല. ഒരു മന്ദബുദ്ധി എത്ര അധികം. നേരത്തെ ഉണ്ടായ വിഷയത്തെക്കുറിച്ച് അഹ്സനി പറഞ്ഞ കാര്യത്തോട് നമുക്ക് 100% വിയോജിപ്പാണ്. മധ്യസ്ഥന്മാർ നമ്മളോട് പ്രതികരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ പ്രതികരിക്കാത്തത്. മധ്യസ്ഥന്മാരെ ഞങ്ങൾ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, അതുകൊണ്ട് മാത്രം. പിന്നെ അതിൻ്റെ റിവ്യൂ കാണിക്കാൻ മരിച്ചാലും ഞങ്ങൾ തയ്യാറാകൂല എന്ന് അഹ്സനി പറഞ്ഞു കേട്ടോ, ശുദ്ധ കളവാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. മരിച്ചാലും റിവ്യൂ കാണിക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അയാൾ പറഞ്ഞിരിക്കുന്ന ശുദ്ധ കളവാണ്. അപ്പോൾ കളവിലൂടെ തന്നെയാ. പിന്നെ ദജ്ജാലൂന കദ്ദാബൂനൊക്കെ ഓതിയുണ്ടല്ലോ, അതിന് ബാക്കി എന്താ? സീമാഹു മുത്തഹലീഖ്. അവിടെ വായിച്ചാളി. ഈ മുസ്ലിയാക്കന്മാര് തലപ്പാവിനകത്ത് തലമുടി വളർത്താൻ തുടങ്ങിയത് സീമാഹു മുത്തഹലീഖ് എന്ന ബാക്കി ഭാഗം ഞങ്ങൾ ഓതി തന്നത് മുതലാ. അതാണ് ഈ വസ്തുത.
അപ്പോൾ അത് തലമുടി മുണ്ടനം ചെയ്യലാണ് അവർക്കുള്ള അടയാളമെന്നുള്ള ഭാഗവും കൂടി ഞങ്ങളുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കുറച്ചാൾക്കാർ മുടി വളർത്താൻ തുടങ്ങിയത്. അതാണ് ഈ ആളുകളുടെ അവസ്ഥ. അതുവരെ എന്താ, തലമുടി മുണ്ടനം ചെയ്യലാണ് അന്നത്തെ പുണ്യം, അതാണ് സുന്നത്ത് എന്ന് പഠിപ്പിച്ച ആൾക്കാരാണിത്. ഇപ്പോൾ ഈ മുടിക്കച്ചവടമായിട്ട് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ബർക്കത്തുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടതും മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വീണ്ടും ഇയാൾ വിഷയം വിട്ട് ബർക്കത്ത്, നിഅമത്ത്, റഹമത്ത് തുടങ്ങിയിരിക്കുന്ന കാര്യത്തിലേക്ക് വന്നു. ഞങ്ങളതാ പറഞ്ഞത്, വ്യവസ്ഥ വിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഈ റിവ്യൂയുടെ വിഷയം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ വ്യവസ്ഥ വിട്ട് പോകാൻ പറ്റില്ല തന്നെയാണ്. ആ വ്യവസ്ഥയിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുവാൻ തയ്യാറാവണം. ഇവിടുത്തെ വിഷയം എന്താ, മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നതിന് അതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ അല്ലെന്നാ പറയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു രേഖയും ഉദ്ധരിച്ചിട്ടില്ല, പ്രവാചക ചര്യയിൽ നിന്ന് രേഖ ഉദ്ധരിച്ചിട്ടില്ല. ലോകത്ത് കടന്നുപോയിരിക്കുന്ന പ്രവാചകന്മാർ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവവും ഉദ്ധരിച്ചിട്ടില്ല. പ്രവാചക തിരുമേനി ബദർ ശുഹദാക്കളെ വിളിച്ചു തേടിയ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് ആര് എപ്പോൾ വിളിച്ചു തേടിയാലും അതൊക്കെ പ്രത്യേകം കേട്ട് മനസ്സിലാക്കി ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് ഏതെങ്കിലും മഹാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കുവാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ കാഫിറുകളോട് വരെ, ജീവിച്ചിരിക്കുന്ന കാഫിറുകളോട് വരെ സഹായം തേടിയിട്ടുണ്ടെങ്കിലും മരിച്ചുപോയ ഒരൊറ്റ മഹാനോടും പ്രവാചക തിരുമേനി സഹായം തേടിയിട്ടില്ല. തുടങ്ങി ഒരുപാട് സംഗതികൾ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ വിഷയത്തിലേക്ക് വരാൻ തയ്യാറാവാത്ത ആളുകൾ ഞങ്ങളോട് ചോദിക്കുമ്പോഴും വിഷയത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. പിന്നെ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് എങ്ങനെയാണ് ശിർക്കാവുക, എന്തുകൊണ്ടാണ് ശിർക്കായത്, എന്താണ് കാരണമെന്നാണ് ഞാൻ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹും റസൂലും അത് ശിർക്കാന്ന് പറഞ്ഞുകൊണ്ട്, അള്ളി റസൂലും ശിർക്കാന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടേണ്ട കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അള്ളി റസൂലും ശിർക്കാന്ന് പറഞ്ഞ സംഗതിയാണത്. ഇന്നല്ലദീന തദൂന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ തേടിക്കൊണ്ടിരിക്കുന്നവർ നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് തേടൂ, അവരൊന്ന് ഉത്തരം ചെയ്യട്ടെ എന്ന് ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളെ സഹായിക്കാൻ പറ്റിയ പിടിക്കാവുന്ന കൈകളോ, നടക്കാൻ പറ്റുന്ന കാലുകളോ, കാണാവുന്ന കണ്ണുകളോ, കേൾക്കാവുന്ന കാതുകളോ അവർക്കുണ്ടോ എന്ന് ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതടക്കം അല്ലാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥന, തേട്ടം, ഇസ്തിഗാസ അത് വഴികേടാണ്, അത് ശിർക്കാണ്, അല്ലാഹു പൊറുക്കാത്ത പാപമാണ് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുമ്പോഴും പിന്നെയും ആ വിഷയത്തിൽ നിന്ന് കുതറിച്ചാടി വേറെ പല വിഷയങ്ങളിലേക്കും കടന്നു വന്ന് എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കഴിച്ചു തീർക്കണം എന്ന നിലപാടിലാണ് അഹ്സനിമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ആവർത്തിച്ച് പിന്നെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൊണ്ട് വ്യവസ്ഥ വിട്ടു പോകരുത്, വ്യവസ്ഥക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് വിഷയം സംസാരിക്കുവാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതിനപ്പുറത്ത് ജിന്നോ, മലക്കോ, ബർക്കത്തോ, കറാമത്തോ, മുഅ്ജിസത്തോ, മറ്റേത് വിഷയങ്ങളും, സിഹിർ അടക്കമുള്ള ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം വ്യവസ്ഥ എഴുതി തയ്യാറാക്കി സമയം കണ്ടെത്തി ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പിന്നെയും ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ സംസാരത്തിൽ അഹ്സനിയുടെ ഭാഗത്ത് നിന്ന് പുതിയ ചോദ്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നില്ല. അടുത്ത കളവുകളുടെ ഘോഷയാത്ര സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂൻ, അതിന്റെ ബാക്കിയിലുണ്ടത്രേ സീമാഹും തഹ്ലീഖ്, വെല്ലുവിളിക്കുന്നു നിങ്ങളെ കാണിക്കണം. നുണ പറയാനായിട്ട് പോകുന്നതാ, അത് വ്യവസ്ഥയിലുണ്ട്. ഏത് അത് ടാപ്പ് കാണിക്കണ്ട, കിതാബ് എടുക്ക്. എവിടെ ഹദീസിന്റെ ബാക്കിയിൽ, എവിടുന്ന് ഞങ്ങൾ വരണ്ട്? ആ ഹദീസിന്റെ ബാക്കിയിൽ അതില്ലണ്ടേ കൊണ്ടുപോവാ. എടുക്ക് സീമ, ഈ ഹദീസ് ദജ്ജാലുവിന്റെ കഥാബിന്റെ ബാക്കിയിൽ എവിടെ? എവിടെ അത് പറയൂ നിങ്ങൾ. കളവ് പിന്നെ നിങ്ങൾ കാണിക്കൂലെന്ന് ഞാൻ പറഞ്ഞു. എന്നാ കാണിക്കട്ടെ. കഴിയൂലങ്ങള് നിങ്ങളോട് പ്രതികരിക്കരുത് പറഞ്ഞു. പറഞ്ഞ ബാക്കി എടുക്കില്ലാന്ന് ഉറപ്പ്, അതുകൊണ്ട് നിങ്ങളോട് അങ്ങനെ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കള്ളമേ പറയും സീമാവത്തെ ഹലിമിക്കുകള്. പിന്നെ ഓതിയായിട്ടില്ല ഇന്തൂഹും. ചോദിക്കട്ടെ ഞാൻ അതിലൂടെ മരിച്ചോലെ ഒന്ന് പറയുകള്. ഇൻ മരിച്ചോല, തദൂ മരിച്ചോല, ഹും മരിച്ചോല. പറയൂ നിങ്ങൾ. എവിടെ മരിച്ചവരെന്നതിൽ അത് നിങ്ങൾ ഉണ്ടാക്കി. അതാ ഞങ്ങൾ പറ. ആ ആയത്ത് അതിന് തെളിവല്ല. ഏതുപോലെ എന്നറിയോ? ഒരാൾ ഹോട്ടലിൽ ചായ കുടിക്കാം, അപ്പൊ വേറൊരു ആയത്തോതാണ് കുടിക്കലടാ ചായ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ള് മഹാ പാപ്പല്ലേ.
ചങ്ങാതിമാരെ, ഇസ്ലാമിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താ? ഇമാം റാസി പറഞ്ഞു, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തുന്ന ചോദ്യം. മനസ്സിലായോ? ഞാൻ മുഹിയദ്ദീൻ ശൈഖിനോട് പറയുന്നു, എന്റെ മനസ്സിലുള്ള ഉദ്ദേശം ശൈഖ് ജീലാനി റബ്ബാണെന്നാണോ ദൈവമാണെന്നാണോ? പറ്റൂല. അതാ പറഞ്ഞത് ഇൻതദ്ഊഹും. മനസ്സിലായോ? എന്നിട്ട് അത് ഇവിടെ കൊടുത്ത് ചാർത്തുക, ഇത് ഖവാരിജിന്റെ സ്വഭാവമാണ്. മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചില്ലേ നിങ്ങളോട്, ഫളില് റഹ്മത്ത് എന്ന് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കാഫിറാണെന്ന് നിങ്ങളെ പത്രം ചോദിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ? വിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? പറ. എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിഷേധിച്ചിട്ടില്ലല്ലോ. നിങ്ങളെ ശബാബ് കയ്യിൽ പിടിച്ചാ ചോദിക്കുന്നത്. നബിയെ കുറിച്ച് ജനങ്ങളെ അറിഞ്ഞോ? ഹബീബിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണെന്നല്ലേ നിങ്ങളെ പത്രത്തിൽ എഴുതിയത്? ഇതാണോ ദീനിന്റെ പത്രം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പഠിച്ചോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇൻതദ്ഊഹും, ആരെ വിളിച്ചാൽ മറിക്ക് തൊബരി, മറിക്ക് ഇബ്നു കസീർ, ഐ ഇൻതദ്ഉൽ ആലിഹത, ബിംബങ്ങളെയും ദൈവങ്ങളെയും വിളിച്ചാൽ. പിരിച്ചു വിട്ടാൽ ചങ്ങായിമാരെ. അത് ബിംബമാക്കി ദൈവമാക്കി ജിന്നിനെ വിളിച്ചാലും പേവാണ്, ആരെ വിളിച്ചാലും കുഴപ്പമാണ്. മനസ്സിലായോ? ഈസാ നബിന്റെ ആളുകൾ വിളിച്ചില്ലേ ദൈവപുത്രനാക്കി? ശിർക്കാണ്, പ്രാർത്ഥനയാണ്. പഠിച്ചോ. മരിച്ചുപോയ പറഞ്ഞ് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, ദൈവമാണ് റബ്ബാണെന്ന് നിലക്ക് വിളിച്ചാൽ ശിർക്കാണ്. അതാ ഇൻതദ്ഊഹും. ഇനിയെങ്കിലും പഠിച്ചോളൂ. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, വിടൂല, ജിന്നും സിഹറൊന്നും വിടൂല. തബറുക്ക് ബർക്കത്തെടുത്താ മുശ്രിക്കാവുന്ന നിങ്ങളെ മൗലവി പഠിച്ചോ. എങ്ങനെ? മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിക്കാനുള്ള വിഷയം അത് പറയാൻ തയ്യാറായില്ല. ഞങ്ങളെ വിജയാതൊക്കെ ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറയുന്നില്ല. മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായത്തായിട്ടാണ് കാരണം. എന്തേ തൊള്ളർക്കാത്തത്? തുറക്കൂലങ്ങൾ. നിങ്ങളെ കഥ കഴിഞ്ഞു മക്കളെ. ഇത് നോക്കി ഞങ്ങള്. ഇതിലിതാ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുത്താൽ മുശ്രിക്കാകും. റസൂലുള്ളാഹിന്റെ എന്തുകൊണ്ട് ബറക്കത്തെടുത്താൽ മുശ്രിക്കാവും? നിങ്ങളെ CP ഉമർ സുല്ലം ഇത് ചെറിയമുണ്ടല്ല, നിങ്ങളെ ജനറൽ സെക്രട്ടറി ഇയാൾ പറയുന്നു, നബി തങ്ങളുടെ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ കൊണ്ട് ബറക്കത്തെടുത്തിരുന്നു. എന്റെ ചോദ്യം, CP മുശ്രിക്കാണോ? മുശ്രിക്കിന്റെ ലിസ്റ്റ് കരഞ്ഞിട്ട് കാര്യമില്ല. അലി മദനി ഇല്ല. കാരണം എന്താ? യാമാനി മൗലവി, മൂസ മൗലവി തുടങ്ങിയിട്ട് ലാസ്റ്റ് ഏത് വരെ നിങ്ങളുടെ സ്വന്തം ജനറൽ സെക്രട്ടറി CP വരെ മുശ്രിക്ക്. പിന്നെ ഖുർആനിലും ശിർക്ക്. എവിടുക്കാങ്ങളെ ശിർക്കി കൊണ്ടുപോണ്? ഇത് എന്ത് ശിർക്കാടോ? ഇന്ന ശിർക്കല്ല ശിർക്ക. വെല്ലുവിളിക്കുന്നു നിങ്ങളെ. കൊണ്ടുപോവാ തഫ്സീർ. ഖുർആനിലെ ആയത്ത് വിഗ്രഹങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഇപ്പോൾ അഹ്സന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയാവതരണം മുതൽ ഓതി കേൾപ്പിച്ചാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ. നിങ്ങൾ വിഗ്രഹങ്ങളാ? നിങ്ങൾക്ക് ജീവനില്ലേ? നിങ്ങൾ ഇളകുന്നില്ലേ? നിങ്ങൾ സംസാരിക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? നിങ്ങൾ മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഖുർആൻ എടുത്തു പറഞ്ഞത്, വല്ലദീന യദഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അവർ ജീവനില്ലാത്തവരാണ്, മരണപ്പെട്ടവരാണ്, ഒന്നിനെയും സൃഷ്ടിക്കാത്തവരാണ് എന്നും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ തദഊഹും ലാ യസ്മഉ ദുആക്കും എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഖുർത്തുബിയും അതുപോലെയുള്ള തഫ്സീറൊക്കെ എടുത്ത് മറിച്ചു നോക്കൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ പറയുന്ന കൂടെ തന്നെ അമ്പിയാക്കൾ പെടും എന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കൂടെ പറഞ്ഞത് വിട്ടുകൊണ്ടാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല, മരിച്ചുപോയ മഹാത്മാക്കൾ, അമ്പിയാക്കള്, ഔലിയാക്കള്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയിരിക്കുന്നവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ സംസാരിച്ചത്. റൂഹുൽ ബയാനിലും അതുപോലെ ഖുർത്തുബിയിലും ഒക്കെ ഈ കാര്യം ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവര് പുതിയ വാദഗതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല. അതുപോലെ തന്നെ
ഇത് മരിച്ചുപോയ മഹാത്മാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ അടക്കമുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് എന്ന് തഫ്സീറുകളാ പറഞ്ഞത്. ഞങ്ങളുടെ സ്വന്തം വകയല്ല. അത് ആ നിലക്ക ഞങ്ങൾ എടുത്തുദ്ധരിച്ചത്. തുടക്കത്തിൽ വിഷയാവതരണം മുതൽ ഈ സംഗതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇബാദുൻ അംസാലുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നല്ലാതെ നിങ്ങളെപ്പോലെയുള്ള വിഗ്രഹങ്ങൾ ഇതിന് അർത്ഥമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ മൂപ്പരെന്താ ഖുർആൻ ഈ ബർക്കത്ത്, റഹ്മത്ത്, അതുപോലെ ബർക്കത്തെടുത്താല് അവശിഷ്ടങ്ങൾ കൊണ്ട് ബർക്കത്തെടുത്താല് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ അത് പെടുന്നില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന വ്യവസ്ഥയിൽ ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ചൊരു വാചകം പോലുമില്ല. മറിച്ച് മൗദി ശേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ഖുർആൻ അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ലെന്നും അത് ശിർക്കല്ലെന്നും പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്നുമാണ് നിങ്ങൾ വാദം എഴുതിയത്. അതിനാൽ ആ വാദത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടായിരിക്കണം വിഷയം സംസാരിക്കേണ്ടത്. മാത്രവുമല്ല ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്തിന്റെ അവസാനം പറഞ്ഞ എന്താ? വയക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്തിഗാസ അത് ശിർക്കാണ്. പരലോകത്ത് വരുമ്പോ അവർ നിഷേധിക്കും, അവർ തള്ളിക്കളയും. ഏതാ ശിർക്ക്? അവർക്ക് വേണ്ടി അവരോട് നടത്തിയിരിക്കുന്ന ദുആ അഥവാ ഇസ്തിഗാസ എന്ന് കൃത്യമായി ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. അതൊക്കെ വെച്ചിട്ടാ മൂപ്പർ എന്ത് ചെയ്യുന്നത്? പുതിയ വാദഗതികളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം, വാദത്തിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കുവാൻ. ചോദ്യം ചോദിക്കുകയാണെങ്കിലും ഉത്തരം പറയുകയാണെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിലും എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് വിഷയത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വഫാത്തായി പോയ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്താൽ ശിർക്കാണെന്ന് ഇപ്പൊ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വഫാത്തായി പോയ മഹാന്മാരോട് അവരുടെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. പച്ച നുണയാണ് പറഞ്ഞത്. പിന്നെ സീമാഹുമുത്തഹ്ലീക്ക് എവിടെ? ഞങ്ങൾ മറക്കൂല, ടേപ്പ് റെക്കോർഡും മറക്കൂല. ഞങ്ങളെ വിചാരണ ചെയ്തോളാം, ജനകീയ വിചാരണ. എന്തേ മൗലവി? തുമ്മ യർജി യജൂസു അൻ യർജിയ ഹാദാ ഇലൽ മഅ്ബൂദീന മിമ്മാ യാക്കിൽ. ബാക്കി എന്തേ ഇപ്പൊ വായിക്കാനൊരു മടി? വായിക്കാൻ മടി, വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. ജിന്ന് പോലെ ഇതരെ ഞങ്ങളോട് മതിയല്ലേ? ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അതിന്റെ അർത്ഥം. ഇൻ തദൂഹും എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഇവരൊക്കെ ആകുക? ഇലൽ മഅ്ബൂദീന, പഠിച്ചു വെച്ചോ. അവർക്ക് ചെയ്യുന്ന ഉടമയാണ്, അടിമയാണ്, ദൈവമാണ്. ഈ നിരക്ക് ചെയ്യുന്ന ഇബാദത്ത് ചെയ്താൽ അതിൽ ജിന്നും പെട്ടു, എല്ലാവരും പെട്ടു. ജിന്ന് വായിക്കാൻ തരും വരെ മടിയേ. ഇത് കരിമ്പിലാക്കൽ തന്നെ അല്ലേ? ഇപ്പൊ ആരൊക്കെ മുശ്രിക്ക് ആയത്? CP ഖുർആനിൽ പിന്നെ റഹ്മത്ത് പറഞ്ഞപ്പോൾ അത് മുശ്രിക്ക്, പിന്നെ അമാനി മൗലവി, പിന്നെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് മൂസ മൗലവി, KM മൗലവി, പിന്നെ മുഴുവൻ ഇമാമിങ്ങളും. ഈ ഇമാമിങ്ങളൊന്നും ഇല്ലാത്ത സ്വർഗത്തിലേക്കാണോ നിങ്ങളെ പോക്ക്? ആ സ്വർഗത്തിന്റെ പേരാണോ നരകം? അതിൽ നിങ്ങൾക്ക് പോയിക്കോ. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം, നബവി ഇമാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉന്തുർന്നപ്പോഴും മറക്കണ്ട, അത് ഞങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തെ ചോദ്യം കൂടി പിടിച്ചോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഉന്തുർനായ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണോ? പറയണം. അവൻ മുശ്രിക്കാണോ? പറയണം. നിങ്ങൾ ഖുർആൻ പറഞ്ഞത് എന്താ? ഖിയാമത്ത് നാൾ വരെയുള്ള സർവരോടും നിങ്ങൾ പറയണം അള്ളാഹുവിന്റെ റസൂലിനോട് ഉന്തുർന പറയണം. നിങ്ങൾ ഇവരൊരു ശിർക്ക് തൊഴിലാളികളാ. എല്ലാവരും മുശ്രിക്ക്. സിഹ്ർ ഫലിക്കും മുശ്രിക്ക്, ബർക്കത്തെടുത്താ മുശ്രിക്ക്, റസൂലിനെ കുറിച്ച് റഹ്മത്ത് അറിഞ്ഞാ മുശ്രിക്ക്. മുശ്രിക്കുകളുടെ ഒരു പടയാണോ ഈ ഗ്രൂപ്പ്? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്നിട്ട് ഹദീസും പഠിച്ചിട്ടില്ല, ആയത്തും പഠിച്ചിട്ടില്ല. ഇപ്പം നസാഫ് എഴുന്നേൽക്കലെന്നെ നിർത്തി. കുറെ ഇങ്ങനെ നോളായി നോക്കി, കുഞ്ഞാ പോയി. ഒരു കാര്യവുമില്ല മക്കളെ. പിന്നെ സംസ്കാരം വിട്ട് സംസാരിച്ചു. അത് ഞങ്ങളെ ശൈലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങൾ പറയട്ടെ, മാന്യമായി ഒറ്റ വാക്കിൽ പറയുന്നു. ഞങ്ങളോട് ഞങ്ങളെ റബ്ബ് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇമാം റാസി പറഞ്ഞു, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരു ശക്തിയോട് നമ്മൾ തേടുന്നു, ദൈവമാണ് റബ്ബാണെന്ന നിലക്ക്. ആ തേട്ടം റബ്ബിനോടല്ലാതെ പറ്റില്ല. അതാണ് ഇൻ തദൂഹും എന്ന് പറഞ്ഞത്. അതാണ് ലാ തദൂ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞത്. അതാണ് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞത്. അതാണ് ഖുൽ ഇന്നമാ അദൂ റബ്ബി എന്ന് പറഞ്ഞത്. ഈ പ്രാർത്ഥനകളൊക്കെ ഈ പറഞ്ഞ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, റബ്ബാണ് ദൈവമാണെന്ന് വിചാരിച്ച് തേട്ട റാസി ഇമാമ പറഞ്ഞത്.
പിന്നെ ഞങ്ങൾ നബിയോട് പറയുന്നതോ അത് ഖുർആൻ ഞങ്ങളോട് പറഞ്ഞിട്ടാ. പറയൂ നബിയോട് ഉന്തുർന. ചോദ്യം, ഇക്കാലത്ത് ഉന്തുർന നബിയോട് പറഞ്ഞ മുശ്രിക്കാണോ? റഹ്മത്ത് നിങ്ങൾക്ക് ശിർക്കന്നെ ഇക്കാരം. കാരണം റഹ്മത്ത് എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ശിർക്കാണ്. ജനങ്ങളെ കേൾക്കുന്നില്ലേ? ദയവ് ചെയ്ത് പരലോകമാണോ നിങ്ങളുടെ ചിന്ത? സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ നിൽക്കണോ? ഒരു വാക്ക് പറയട്ടെ, മിണ്ടാൻ കഴിഞ്ഞോ ഇവർക്ക്? റഹ്മത്ത് എന്ന് പറഞ്ഞ ശിർക്കാന്ന് വരെ ഞാൻ ഉദ്ധരിച്ചിട്ട് കാണാമുണ്ടിയോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, നബി ഇമാമിന്റെ കൂടെ സ്വർഗത്തിൽ പോകണോ? ചോദ്യമാണ്. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? റസൂലിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബർക്കത്തെടുത്ത ഉമ്മുസലമ ബീവി, ഉമ്മുസലീം, ഇവരൊക്കെ മുശ്രിക്ക്. ബുഖാരി ഇമാം മുശ്രിക്ക്. സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മുശ്രിക്ക്. ഇങ്ങനെ ഒരു ശിർക്ക് തൊഴിലാളികളെ നമുക്ക് വേണോ? വേണ്ട. അതാ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വിളിച്ചോളാ യാ റസൂലല്ലാഹ്. എന്റെ കോടമ്പോയിലെ പ്രവർത്തകരെ അഭിനന്ദനങ്ങൾ, മധ്യസ്ഥന്മാർക്കും അഭിനന്ദനങ്ങൾ. തീർത്ത് ഞാൻ പറയുന്നു, ഞങ്ങളെ തെളിവ് സമർപ്പിച്ചു. ഇന്നമാ വലിയുക്കമുള്ള മുതൽ ലാ ഉൻദുർനവരെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെ തൗഹീദ് ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ വിളിക്കും ഉൻദുർന യാ റസൂലല്ലാഹ്. ഈ സംവാദത്തിലെ അവസാനത്തെ ഭാഗത്തേക്ക് തിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഏതു സാധാരണക്കാരനും ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ പ്രവാചകർ മരിച്ചുപോയ മറ്റു ഒരു പ്രവാചകരോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഇന്നുവരെ അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ മരിച്ചുപോയ ബദർ ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഇന്നുവരെ അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ആര് എപ്പോൾ വിളിച്ചു തേടിയാലും അതൊക്കെ പ്രത്യേകം കേട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഏതെങ്കിലും ഒരു മഹാന് അള്ളാഹു കൊടുത്തതായി ഇതുവരെ അഹ്സനിമാർ സംസാരിച്ച എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാഫിറുകളോട് വരെ സഹായം തേടിയിരിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരിച്ചുപോയ ഒരു മഹാനോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവവും ഇതുവരെയും അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. ഈ വിഷയത്തിന്റെ മർമ്മം മുഹ്യിദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ അല്ലാഹു ശിർക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ശിർക്കുമല്ല, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്ന് വാദമെഴുതിയിരിക്കുന്ന അഹ്സനിമാർ അതിന് ഉപോത്ബലകമായി നമ്മൾ ചോദിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളോട് കൃത്യമായി പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? ഇതുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത വേറൊരുപാട് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ സമയമൊന്ന് കളയാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള മാത്രമാണ്. അതില് പ്രധാനമായും ഇവർ കൊണ്ടുപിടിച്ച് വന്നിരിക്കുന്നത് ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ്. ആ വിഷയം ഞങ്ങളിവിടെ ചർച്ചക്കിടാതിരുന്നത് അത് ഇതിന്റെ വ്യവസ്ഥയുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത കൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാമെന്നതുകൊണ്ടുമാണ്. എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ, 2009 ഷബാബ് അതുകൂടി അഹ്സനിമായി വായിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഏറ്റവും പുതിയ ഷബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു. ഈ ഷബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ചെറിയമുണ്ടെന്ന് തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മലക്കുകളോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ഷബാബിലൂടെ അതേ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ഷബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ വിഷയത്തിലേക്ക്, അടിസ്ഥാന വിഷയത്തിലേക്ക്, മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നതിന് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലമില്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് അഹ്സനിമാരെ കയറിട്ട് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ആ ഭാഗം അവിടെ തന്നെ വെച്ചത്. വിഷയത്തിലേക്ക് വരട്ടെ, വാദത്തിലേക്ക് വരട്ടെ, എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടക്കട്ടെ. പല സ്ഥലങ്ങളിലും അവർ ചെയ്യുന്ന പോലെ വിഷയം വിട്ട് വാദം വിട്ട് പല ദിക്കിലൂടെ സഞ്ചരിച്ച് അവസാനം എന്തിനാണ് വാദപ്രയോഗം നടത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന്
തടയിടുവാൻ വേണ്ടി വാദത്തിൽ ഉറച്ചു സംസാരിക്കുവാനും വ്യവസ്ഥക്കനുസരിച്ച് മുന്നോട്ട് പോകുവാനും തയ്യാറാവണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, ചെറിയ മുണ്ടത്തെ മുശ്രിക്കാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ചെറിയ മുണ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് ആരോപിക്കാൻ സാധിക്കില്ല. ജിന്നും സിഹിറും അതുപോലെയുള്ള മലക്കും അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഭാഗത്തെ മുശ്രിക്കാക്കുവാനും ശിർക്ക് ആരോപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കില്ല, മനപ്പായസം ഉണ്ണാമെന്നല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ളവരാണ്. ജിന്നിനോട് വിളിക്കുന്നതും മലക്കിനെ വിളിക്കുന്നതും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കുന്നതും ശിർക്ക് തന്നെയാണ്, തനിച്ച് ശിർക്ക് തന്നെയാണ് എന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഇനിയും പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയുമില്ല. എന്നാൽ എഴുതപ്പെടുന്ന ലേഖനങ്ങളിൽ, വാചകങ്ങളിൽ എവിടെയെങ്കിലും സ്ഖലിതങ്ങൾ വന്നാൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ആവശ്യമുള്ള വിശദീകരണം നൽകും. ഇപ്പോൾ ഏറ്റവും അവസാനം ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി തന്നെ ഷബാബിന്റെ താളുകളിലൂടെ ആ കാര്യങ്ങൾ വ്യക്തമാക്കി വിശദമാക്കി ശിർക്കാണി എന്ന് സമർത്ഥിച്ച് മാലോകരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അയസനിമാർ അറിഞ്ഞിട്ടില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു, ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചാലും അത് രോമം വെച്ച ശിർക്കാണ്. ആ ശിർക്കിൽ ആരൊക്കെ എത്തിപ്പെടുന്നുവോ അവർ ആ വഴിയെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നാളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2001 പുസ്തകമായി പ്രസിദ്ധീകരിച്ച് ഷബാബിൽ വന്ന ചെറിയ മുണ്ടത്തിൻ്റെ റിപ്പോർട്ടിൽ വിജനപ്രദേശത്ത് വെച്ച് മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, പ്രാർത്ഥനയല്ല എന്നു പറഞ്ഞത് 10 വർഷങ്ങൾക്ക് ശേഷം തിരുത്തിയത് പുലമ്പുകയാണ് ഇപ്പോൾ ഇവിടെ വഹാബി. ആ കാലയളവിലൊക്കെ ചീഫ് എഡിറ്റർ മുശ്രിക്കായിരുന്നോ എന്ന് നാളെ മുജാഹിദിന്റെ നേതാക്കൾ നിങ്ങളെ മൂക്കത്ത് വെച്ച് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാനുള്ള ആർജവത്തോടുകൂടി ഇറങ്ങിയാൽ മതി എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നേതാവ് ഷൗക്കാനി എവിടെ പോയി? അയാൾ പറഞ്ഞില്ലേ അതിൽ ശിർക്കില്ല എന്ന്? പറഞ്ഞോ നിങ്ങൾ ഇവിടെ വെച്ച്? ഇമാം നവവിയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും ഇമാം തബറാനിയും ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങളും സർവ്വ ഇമാമുകളെയും സ്വഹാബികളെയും ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളിവിട്ടിട്ട് നെഞ്ചൂക്കോടെ ഇറങ്ങിപ്പോകാമെന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങൾക്ക് മാപ്പില്ല എന്നും നാളെ നിങ്ങളെ മുജാഹിദുകൾ ജനകീയ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്നുമാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. പറയട്ടെ, റഹ്മത്ത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ശിർക്കാണെന്ന് പറഞ്ഞ മൊയ്തീൻ സുല്ലമിയെ കുറിച്ച് എന്തേ പറയാതിരുന്നത് ഇവിടെ വെച്ച്? പറയട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച് റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിനെയും മറികടന്നുകൊണ്ട് ശിർക്കിന്റെ പട്ടികയിലേക്ക് ഇനി ഒരാൾ മാത്രമായിരുന്നു ബാക്കിയെങ്കിൽ അത് റബ്ബുൽ ആലമീനിനെ കൂടി ആ ശിർക്കിന്റെ പട്ടികയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടാണ് ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ നെളിയുന്നതെങ്കിൽ, ഹുങ്കാരത്തിന്റെ പ്രതീകമേ, നിങ്ങളുടെ പേരാണ് വഹാബിസം എന്ന് ലോകം തിരിച്ചറിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാണെന്ന് പറഞ്ഞത് സലാം സുല്ലമി, ഇല്ല എന്ന് പറഞ്ഞത് ബാപ്പ അലവി മൗലവി. ഏതാണോ ഇസ്ലാം? സമൂഹത്തോട് പറയണം. ബറക്കത്തിൽ വിശ്വസിച്ചാൽ അത് വിശ്വസിച്ചുകൊണ്ട്, അഭൗതികമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മു സലൈമിന്റെയും അസ്മാ ബീവിയുടെയും ചരിത്രം ബുഖാരിയിൽ നിന്ന് വായിക്കി. അതാ മഹദിയായ ഉമ്മു സലമ, മഹദിയായ സലമത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അസ്മാ ബീവി പറഞ്ഞത്, ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർളാ നസ്തശ്ഫി ബിഹാ. ഹബീബിന്റെ ജുബ്ബ കഴുകിയ വെള്ളം രോഗികൾക്ക് രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വഹാബികളെ മുഴുവനും ശിർക്കിന്റെ പട്ടികയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ നെളിയുന്നതെങ്കിൽ, നാളെ നിങ്ങളെ റബ്ബിന്റെ കോടതിയിൽ വെറുതെ വിടുകയില്ല എന്ന് പറയാനാണ് ഈ സദസ്സ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. മഹാനായ
മഹാനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണമെന്ന് കണ്ണുപൊട്ടനായ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആധികാരികമായി ത്വബറാനി ഉദ്ധരിച്ചത് സ്വഹീഹാണെന്ന് ഇവിടെ ഹസനി പറഞ്ഞിട്ട് എന്തേ മിണ്ടാതെ പോയത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക ഫയഖ്ളി ഹാജതി. ഹബീബായ നബിയേ, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞാൽ അല്ലാഹ് അവന്റെ ആവശ്യം നീട്ടി കൊടുക്കുമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു ഹുനൈഫ തങ്ങൾ ഒരു പാവപ്പെട്ടവന് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ, അത് ഇമാം ത്വബറാനി ഉദ്ധരിച്ചെങ്കിൽ അതിനുള്ള തെളിവ് അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമാമിങ്ങളെ മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനാണോ നിങ്ങളെ തീരുമാനം? ഇല്ല, മുസ്ലിം ഉമ്മത്ത് നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉൻളുർന എന്ന് പറയണമെന്നും അത് ലോകത്തുള്ള സർവ്വ ഉമ്മത്തിനു ബാധകമാണെന്നും തഫ്സീർ ഉദ്ധരിച്ച് പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല നിങ്ങൾ. അന സയ്യിദു വൽദി ആദം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളതാണ്. ഞാൻ ലോകത്തുള്ള ആദം സന്തതികളുടെ അഭയ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് മിണ്ടിയോ സഹോദരങ്ങളെ നിങ്ങൾ? ഇന്നമാ വലിയുക്കുമുള്ള ആധികാരികമായ മറുപടി പറയാൻ കഴിഞ്ഞോ നിങ്ങൾ? ഏതോ പരിഭാഷകൾ വായിച്ച് രക്ഷപ്പെടാനാണ് നിങ്ങൾ ക്ഷമിച്ചതെങ്കിൽ ഞങ്ങളതിന് മറുപടി പറഞ്ഞല്ലോ. കേവലം പരിഭാഷകളിൽ ഒരുങ്ങിയതല്ല വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവ്യാപ്തി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഇനി നിങ്ങൾക്ക് നല്ലത് ആദ്യം നിങ്ങൾ സംവാദത്തിന് വരുന്നതിന് മുമ്പ് കൂട്ടത്തിലിരിക്കുന്നവരിൽ എത്ര പേര് മുശ്രിക്കുണ്ട്, മുവഹിദുണ്ട് തീരുമാനിച്ചിട്ട് വേണമെന്ന് മാത്രം ഈ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, മുടിയിട്ട ഒരു സോഡ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ അഹ്സനിമാരുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നൂറുകണക്കിന് ആയത്തുകൾ ഓതി ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോ വർഷവും ഓരോ ആയത്തിൽ ഇജ്തിഹാദ് നടത്തി ശിർക്കിന് തെളിവാക്കുന്ന ഈ ആളുകൾ, ഈ അഹ്സനിമാർ ഇബ്ലീസിന്റെ ദജ്ജാലിന്റെ പിൻഗാമികളാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല, ഞങ്ങൾക്ക് സംശയം യാതൊന്നുമില്ല. നാളെ പടച്ചവന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നൂറുകണക്കിന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്നുള്ള ആയത്തുകൾ വരുമ്പോ ആ ആയത്തുകൾക്ക് നേരെ അത് കേൾക്കാൻ തയ്യാറില്ലാതെ പുതിയ ഗവേഷണവുമായി വന്ന അഹ്സനിമാരുണ്ടല്ലോ, അവരൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ഉള്ളാക്കിടുന്ന ആളുകളില്ലാത്ത, തക്ബീർ ചൊല്ലാൻ ആളുകളില്ലാത്ത അള്ളാഹുവിന്റെ കോടതിയിൽ, അവൻ മാത്രം വിചാരണ ചെയ്യുന്ന കോടതിയിൽ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അവന്റെ കോടതിയിൽ, മഹ്ശറയിൽ നരകവും സ്വർഗവും കൊടുക്കാനുള്ള അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ശൈഖുമാരുമില്ല, ഒരു തങ്ങന്മാരുമില്ല, ഒരു കാന്തപുരവുമില്ല, ഒരു കോജരാജാവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കൽ, അത് പഠിക്കൽ പ്രത്യേകമായ സുന്നത്ത് പോലും ഇല്ലെന്ന് എഴുതി വെച്ച ദുനിയാവിലെ ഒരൊറ്റ കൂട്ടര് നിങ്ങൾ മാത്രമാണ്. നഖം മുറിച്ചാൽ കൂലി, മുടി വളർത്തിയാൽ കൂലി, ഉളവെടുത്താൽ കൂലി. വിശുദ്ധ ഖുർആനിൽ നിന്ന് നിത്യേന പാരായണം ചെയ്യേണ്ട, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ലെന്ന് എഴുതി വെച്ച നിങ്ങളെ ഖുർആനിന്റെ പരിഭാഷ ഇറക്കി ആ പരിഭാഷകളെ പച്ചക്ക് നിങ്ങൾ തള്ളിക്കളഞ്ഞു. ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്തിന് ഞങ്ങൾ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരെ പരിഭാഷയെ എടുത്തു വെച്ചത്, വലിയ കാലം ഇമ്പിച്ചുക്കോയ തങ്ങളുടെ പരിഭാഷയെ വായിച്ചത്. അവരാരും ഈ ആയത്ത് കണ്ടില്ലേ? നിങ്ങൾ ഇന്ന് ഓതിയ ആയത്ത് കണ്ടില്ലേ? റായിന എന്ന് അവർ കണ്ടില്ലേ? ഇബ്നു കസീർ അവർ വായിച്ചില്ലേ? റാസി അവർ വായിച്ചില്ലേ? എന്നിട്ട് എന്തേ അവനവന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയാത്തത് മുസ്ലിയാക്കന്മാരെ?
അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരായത്തെങ്കിലും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന കാണിച്ചു തരാൻ ഇവിടെ വെല്ലുവിളിച്ചോ? മഹാത്മാക്കളോട് പ്രാർത്ഥിച്ചത് വെല്ലുവിളിച്ചോ? ഉത്തരമില്ല. ചോദ്യം ചോദിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും അറിയില്ലെങ്കിൽ അത് നേർക്ക് നേരെ വ്യക്തമായ വാദപ്രതിവാദമാണിത്. ഞങ്ങൾ ചെറിയ മുണ്ടത്തിൻ്റെത് അവസാനത്തേക്ക് നീക്കിവെച്ചത് ഞങ്ങൾക്കറിയാം. സഖാഫിമാരെ, അഹ്സനിമാരെ, നിങ്ങളുടെ കയ്യിലുള്ള തുരുപ്പിച്ചിട്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കാണാൻ അതിനാ ഞങ്ങൾ ഇത് അവസാനത്തേക്ക് വെച്ചത്. ഇത് തിരുത്തിയതല്ല, വിശദീകരണമാണ്. എന്തേ നിങ്ങൾ ചോദിച്ചല്ലോ, എന്താ മലക്കുകളോടും ജിന്നുകളോടും സഹായം ചോദിക്കുന്നത്? എന്തോ ശിർക്കാന്ന് പറയാത്തത്? ഇവിടെ കരിമ്പിലാക്കലില്ലേ? വലിമദനി പറയുന്നില്ലേ? ഉണ്ടടോ, പറയുന്നു. ഞങ്ങൾ ധൈര്യമായി പറഞ്ഞു. അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളോട്, ജിന്നുകളോട്, മലക്കുകളോട്, ആരോടും അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ അത് ശിർക്ക് തന്നെ, അത് ശിർക്ക് തന്നെ, അത് ശിർക്ക് തന്നെ. നിങ്ങൾക്കും മറ്റവർക്കും കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. രണ്ട് കൂട്ടരോടുമാണ് പറയുന്നത്. നിങ്ങൾ രണ്ട് കൂട്ടരെയും ഒരു നുകത്തിൽ വെച്ച് കെട്ടാം. നിങ്ങൾക്കൊന്നാകാം, നിങ്ങൾക്കൊന്നായിട്ട് പ്രവർത്തിക്കാം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ മുജാഹിദ് ചുണക്കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ നട്ടല്ലില്ലാഞ്ഞിട്ട് ഇടക്കൊന്ന് നിർത്തിവെക്കാൻ നോക്കി. സാധ്യമല്ല. ഇനിയും നമ്മൾക്ക് തുടരണം. വാദപ്രതിവാദം ഇനിയും വേണം. ആളുകൾ കേൾക്കണം. എന്തേ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയത്, വീണ്ടും നിന്നുപോയത്? പുതിയ ആയത്തൊന്നും ഇറക്കാൻ ഞങ്ങൾക്കില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഖുർആൻ ധാരാളം മതി ഞങ്ങൾക്ക്. നിങ്ങൾക്ക് ഈ കെട്ടുമാറാപ്പ് ശബാബും സൽസബീലുമല്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആധികാരികമായി ഒരായത്തുദ്ധരിച്ച് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ ലോകം മുഴുവൻ സാക്ഷിയായി ആവർത്തിച്ച് ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് ഇനി നമ്മൾക്ക് വാദപ്രതിവാദമാവാം. നിങ്ങൾ മറ്റവരെയും കൂട്ടിക്കോളൂ. അമാനിയുടെ തഫ്സീറില് പ്രവാചകന് സിഹർ ബാധിച്ച ഒരു തുണ്ടം പോലും ഉദ്ധരിച്ചിട്ടില്ല. എന്നിട്ട് അമാനി മൗലവി സിഹറിനെ അംഗീകരിച്ചു. അമാനി മൗലവി പ്രവാചക തിരുമേനിക്ക് സിഹർ ബാധിച്ചതിനെ സംബന്ധിച്ച് ഒരക്ഷരം എഴുതിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കതിന് സാധിക്കുകയുമില്ല. കള്ളം പറയരുത്, പച്ചക്കള്ളം പറയരുത്, രോമം പച്ച കളവ് പറയരുത്. പടച്ചവന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കടന്നുവരവ് ഇൻഷാ അല്ലാഹ് കാണാം. അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി തേടുന്നു. അസ്സലാമു അലൈക്കും. നിശബ്ദാവകാശ സദസ്സ് ഈ പരിപാടി ഈ വിധത്തിൽ എത്തിച്ചതിന് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തികളുണ്ട്. അവർ നന്ദി പറയുകയാണ്. വളരെ ചുരുക്കുകയാണ്. നിസ്കാരത്തിന് സമയമാണ്. ഇത് കഴിഞ്ഞുടനെ വളരെ പെട്ടെന്ന് എല്ലാവരും പോയി നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന ഇരുപക്ഷത്തിൻ്റെയും ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട സദസ്യരെ, സാങ്കേതിക പ്രവർത്തകരെ, ഇത്രയും നേരം ഈ സംവാദ വിഷയം ശ്രദ്ധിച്ചു കേട്ടിരുന്ന് വമ്പിച്ച വിജയമാക്കി തന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നമുക്ക് പരമാവധി സൗകര്യം ചെയ്യുന്ന സഹകരിച്ച ശ്രീ NC ബിച്ചോൻ, അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പരിപാടി നിർത്തിവെച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുകയാണ്. അഥവാ കോടമ്പുഴയിൽ നടന്ന സംവാദം. അതിൽ ശിർക്കൻ വാദങ്ങൾ ഉന്നയിച്ച് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും വളച്ചൊടിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞ് പടച്ച തമ്പുരാൻ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ആശയാദർശങ്ങൾ സ്ഥാപിക്കാൻ വന്ന അഹ്സനിമാരുടെ കുതന്ത്രങ്ങളെ തകർത്തെറിഞ്ഞ് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വളരെ കൃത്യമായി സ്ഥാപിക്കുവാൻ മുജാഹിദ് ഭാഗത്തു നിന്ന് അണിനിരന്ന പണ്ഡിതന്മാർക്ക് വളരെ വ്യക്തമായി
സാധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം, കാലാകാലങ്ങളിൽ കേരളക്കരയിൽ നടന്ന വാദപ്രതിവാദങ്ങളെക്കുറിച്ച്. 933 നാദാപുരത്ത് നടന്ന വാദപ്രതിവാദം, തുടർന്ന് അങ്ങോട്ട് പൂനൂരിലും ഒക്കെ നടന്ന വാദപ്രതിവാദങ്ങളിൽ സമസ്ത പക്ഷത്ത് അണിനിരന്നിരുന്ന പണ്ഡിതന്മാർ മുജാഹിദ് പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം നടത്തുകയും തിരുചര്യയെ ദുർവ്യാഖ്യാനിച്ചുമാണ് അവർ പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിലെല്ലാം രക്ഷപ്പെട്ടിരുന്നത്. അതുതന്നെയാണ് കോടമ്പുഴയിലും നടന്നിട്ടുള്ളത്. കൊട്ടപ്പുറത്ത് നിന്ന് അള്ളാഹുവിൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനം നടത്തി കളവ് പറഞ്ഞ കാന്തപുരത്തിൻ്റെ മക്കൾ തന്നെയാണ് ഞങ്ങളെന്ന് അഹ്സനിമാർ വളരെ മനസ്സ വാച കർമ്മണ കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ്. കോടമ്പുഴയിൽ ഇവിടെയും മുജാഹിദുകൾ വ്യവസ്ഥക്കിരുന്നപ്പോൾ ആ വ്യവസ്ഥയുടെ സമയത്തു തന്നെ ഊരിച്ചാടുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അഹ്സനിമാർ നടത്തിയിട്ടുണ്ട്. അതിനു പല തടസ്സവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവിടെ യഥാർത്ഥ വിഷയത്തിലേക്ക് മുജാഹിദുകൾ അവരെ കൊണ്ടുവരികയായിരുന്നു. കോടമ്പുഴയിൽ വ്യവസ്ഥയിൽ നിർണയിച്ചിട്ടുള്ള വിഷയം മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ ഖുർആൻ അരുതെന്നു പറഞ്ഞ പ്രാർത്ഥനയല്ല, അതുകൊണ്ട് തന്നെ അത് ശിർക്കും പ്രമാണവിരുദ്ധവുമല്ല എന്നായിരുന്നു അഹ്സനിമാർ വാദിച്ചിരുന്നത്. എന്നാൽ മുജാഹിദ് പക്ഷം അതിൻ്റെ 1-ാം തീയതി മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മൺമറഞ്ഞു പോയ മഹാത്മാക്കളോടുള്ള സഹായത്തേട്ടം പ്രാർത്ഥന എന്ന പേരിൽ, അത് സഹായത്തേട്ടം എന്ന പേരിൽ നടത്തുന്ന ഈ പ്രാർത്ഥന അത് ശിർക്കാണ്, പ്രമാണവിരുദ്ധമാണ്. കോടമ്പുഴയിൽ അത് കൃത്യമായി മുജാഹിദ് വിഭാഗം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അഹ്സനിമാർ ഉന്നയിച്ച വാദത്തിന് പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു തെളിവ് ധരിക്കാൻ സാധിക്കുമോ എന്ന് കാലാകാലങ്ങളിൽ മുജാഹിദുകൾ വാദപ്രതിവാദ രംഗത്ത് ചോദിച്ചതുപോലെ തന്നെ കോടമ്പുഴയിലും ചോദിക്കുകയുണ്ടായി. മുജാഹിദ് പക്ഷത്തു നിന്ന് മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ എന്ന പേരിൽ ഇവർ നടത്തുന്ന പ്രാർത്ഥന, ആ സഹായത്തേട്ടം, അതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു തെളിവ് ധരിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ വിഷയത്തിൽപ്പെടാത്ത ജിന്നും സിഹറും മലക്കുകളുമൊക്കെയായി വിഷയാവതരണം മുതൽ കെട്ടിത്തിരിഞ്ഞ അഹ്സനിമാർ അവസാന നിമിഷത്തിലെങ്കിലും വിഷയത്തിൽ പോകാൻ ബന്ധിതരായി തീർന്നു. ആ സമയത്ത് അള്ളാഹു അല്ലാത്തവരോട്, മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടാനുള്ള തെളിവായി അവർ ഉദ്ധരിച്ചത് മുമ്പുള്ള വാദപ്രതിവാദങ്ങളിൽ ഒക്കെ ഉന്നയിക്കുകയും കൃത്യമായി മുജാഹിദ് പക്ഷം എന്താണ് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള വചനം തന്നെയായിരുന്നു സൂറത്തു മാഇദയിലെ 55-ാമത്തെ വചനം. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ. ഈ ആയത്തിനെ വിശദീകരിച്ചിടത്ത് ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ മുഫസ്സിറും ഇത് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാനുള്ള, സഹായം തേടാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ മുഫസ്സിറും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ അടിസ്ഥാനത്തിൽ സന്നിഗ്ധ ഘട്ടത്തിലൊന്നും അദ്ദേഹം ഇത്തരത്തിലൊരു ഇസ്തിഗാസ നടത്തിയിട്ടില്ല. മാത്രവുമല്ല, ഒരു മുഫസ്സിറും ഇത് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് സഹായം തേടാനുള്ള തെളിവാണ് എന്നെടുത്തു ധരിച്ചിട്ടില്ല. എന്നാൽ വസ്തുത എന്താണ്? സൂറത്തു മാഇദയിലെ 55-ാമത്തെ ആയത്താണ് ഇവർ ഈ ഓതിയത്. എന്നാൽ ഇവിടെ 51 മുതലുള്ള ആയത്തിൽ അള്ളാഹ് വിലക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. അഥവാ ഇസ്ലാമിൻ്റെ കൊടും ശത്രുക്കളായിട്ടുള്ള ആളുകളെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്.
മറ്റൊരു സ്ഥലത്ത് ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും ഔലിയാ തുൽഖൗന ഇലൈഹിം ബിൽ മവദ്ദ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെയും എൻ്റെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അവർ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിഷേധിക്കുന്നവരാണ്. അതോടൊപ്പം ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളെയും പ്രവാചകനെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയവരാണ്. അത്തരത്തിലുള്ള ആളുകളുമായി സ്നേഹബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിൽ വിശദീകരിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെയും വിശദീകരിച്ചിട്ടുള്ളത്. അത് അത്തരത്തിലുള്ള ആളുകളുമായി സ്നേഹബന്ധം ഉണ്ടാക്കരുത് എന്ന് വിലക്കിയതിനു ശേഷം യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ സ്നേഹബന്ധം ആരോടായിരിക്കണമെന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അത് അല്ലാഹുവിനോടും അതുപോലെ തന്നെ പ്രവാചകനോടും വിശ്വാസികളോടുമായിരിക്കണമെന്ന്. ഇന്നമ വലിയുക്കുമുള്ള, അള്ളാഹുവാണ് നിങ്ങളുടെ സഹായി, വലിയ നിങ്ങളുടെ ആത്മമിത്രം പ്രവാചകനാണ്, അതുപോലെ തന്നെ വിശ്വാസികളുമാണ്. നമസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് നൽകുന്ന അവരാണ് നിങ്ങളുടെ ആത്മമിത്രങ്ങൾ. നോക്കൂ, നിങ്ങൾ അള്ളാഹു എങ്ങനെയാണ് സഹായിക്കുക, അള്ളാഹുവിനെ എങ്ങനെയാണ് ആത്മമിത്രമാക്കേണ്ടത്, പ്രവാചകൻ എങ്ങനെയാണ് സഹായിക്കുക, എങ്ങനെയാണ് ആത്മമിത്രമാക്കേണ്ടത്, വിശ്വാസികൾ എങ്ങനെയാണ് സഹായിക്കുക, ഇതൊക്കെ കൃത്യമായി അറിയുന്നവരാണ് അഹ്സനിമാർ. എന്നാൽ പോലും തങ്ങളുടെ ശിർക്കൻ വാദങ്ങൾക്ക് തെളിവുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം നടത്തുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിക്കാനുള്ള തെളിവായിട്ട് അവർ എടുത്തുദ്ധരിക്കുകയുണ്ടായി. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ശക്തമായി ഇടപെട്ടത് നിമിത്തം അവസാനം അതിൽ നിന്ന് അവർ പിന്മാറുകയാണ് ചെയ്തത്. തുടർന്ന് അവർ എടുത്തുദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ആയത്ത് സൂറത്ത് ബഖറയിലെ 104-ാമത്തെ വചനമായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിരുന്ന് ദ്വയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിച്ച് പ്രവാചകനെ പരിഹസിച്ചിരുന്ന ആളുകളെ വളരെ വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദൂതന് അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശമാണത്. അഥവാ ഇനി വിശ്വാസികളോട് പറയണം, റാഇന എന്ന് പ്രവാചകരെ താങ്കളെ അഭിസംബോധന ചെയ്യരുത്, ഉൻദുർന എന്നാണ് താങ്കളെ അവർ അഭിസംബോധന ചെയ്യേണ്ടത്. മാത്രവുമല്ല, തുടർന്ന് പറയുന്നത് വസ്മഉ എന്ന, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം. അപ്പോൾ വിശ്വാസികൾ പ്രവാചകനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ, പ്രവാചക വചനങ്ങൾ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അതിലുള്ള സംശയങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അതിന് പ്രവാചകരെ ഞങ്ങളെ ശ്രദ്ധിക്കണം, പരിഗണിക്കണം എന്നതിന് റാഇന എന്നു പറയാതെ ഉൻദുർന എന്നു പറയണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യണം എന്നാണ് ആയത്തിൽ വിശദീകരിച്ചത്. പക്ഷേ ഇതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് വിളിച്ചു നേടാനുള്ള തെളിവാണ് എന്ന് പച്ചക്കളവ് സമർത്ഥിക്കാനാണ് അഹ്സനിമാർ ശ്രമിച്ചിട്ടുള്ളത്. ലോകത്തിൽ കഴിഞ്ഞുപോയ ഒരു മുഫസ്സിറും ഇത്തരത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എത്രത്തോളം എന്ന് വച്ചാൽ ഇവരുടെ തന്നെ ഔദ്യോഗിക പരിഭാഷയായിട്ട് സമസ്തയുടെ പിളരുന്നതിൻ്റെ മുമ്പുള്ള സമസ്തയുടെ ഔദ്യോഗിക പരിഭാഷയായി ഇവർ വിലയിരുത്തുന്ന കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ പോലും ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന അദബ് എന്താണ്, മര്യാദ എന്താണ് എന്ന് നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഇദ്ദേഹം അതേ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചില തഫ്സീറുകളിൽ നിന്ന് ചില ഇബാറത്തുകളൊക്കെ അദ്ദേഹം കട്ടെടുത്ത് വായിക്കുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് തഫ്സീറുൽ മനാറിൽ നിന്ന് അഹ്സനി വായിച്ചൊരു ഭാഗം. മരണപ്പെട്ടു പോയ റസൂലുള്ളയോട് ചോദിക്കാം, മഹാത്മാക്കളോടും ചോദിക്കാം എന്നതിന് തെളിവ് അത് പ്രവാചകന്റെ ആ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പ്രവാചകന് ശേഷവും പറ്റും എന്നതിന് തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചതുപോലെ ബിമൻ കാന ഫി അസ്രിഹി എന്നൊരു വചനമായിരുന്നു. തഫ്സീറുൽ മനാറിൽ നിന്ന് അയാൾ എടുത്തുദ്ധരിച്ചതാണത്. യഥാർത്ഥത്തിൽ തഫ്സീറുൽ മനാറിൽ ആ ഭാഗം ഉദ്ധരിക്കുന്നത്
ഈ ആയത്തിനെ വിശദീകരിച്ചിടത്ത് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ തൊട്ടു മുമ്പുള്ള 2 പാരഗ്രാഫുകൾ, ഇദ്ദേഹം ഈ വായിച്ച ഭാഗത്തിന്റെ തൊട്ടു മുമ്പുള്ള 2 പാരഗ്രാഫ്, അതിൽ ആദ്യത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അഖൂലു ലാ ശക്ക അന്നമൻ യുആമിലു ഉസ്താദഹു വ മുർഷിദഹു മുആമലത്തൽ മുസാവാതി ഫിൽ ഖൗലി വൽ അമലി എന്ന് തുടങ്ങിയിട്ടാണ്. തൻ്റെ ഉസ്താദിനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് അവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ പ്രവാചകൻ അവിടെ ഉസ്താദ് കൂടിയാണ്. അപ്പൊ ആ ഉസ്താദിനോട് പെരുമാറേണ്ട രീതി കൂടി ഈ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മനാറിൽ സൂചിപ്പിച്ചത് എന്താണ്? ഇത് പ്രവാചകനു ശേഷവും ഒരു വിദ്യാർത്ഥി തൻ്റെ ഉസ്താദിനോട് കാണിക്കേണ്ട മര്യാദയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം എന്താ? അഹ്സനി വായിച്ച ഭാഗത്തിന്റെ ബാക്കി ഭാഗം ഫഹാദാ കിതാബുല്ലാഹ് അല്ലദീ കാന യത്ലൂഹു അലൈഹിം, അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥമാണ് പ്രവാചകൻ അവർക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നത്. ഈ ഗ്രന്ഥം പ്രവാചകനു ശേഷവും ആരും വായിച്ചു കേൾപ്പിക്കുകയാണെങ്കിൽ അവർ മിണ്ടാതിരിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം എന്ന ഈ നിയമം പ്രവാചകനു ശേഷവും ബാധകമാണ് എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അഹ്സനി പറഞ്ഞതുപോലെ തഫ്സീർ മനാർ ഒരിക്കലും അത് പ്രവാചകന്റെ വഫാത്തിനു ശേഷവും പ്രവാചകനോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടില്ല. മനാർ മാത്രമല്ല, ഒരു മുഫസ്സിറും അങ്ങനെ ഉദ്ധരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പിന്നെ റാസിയുടെ ഒരു ഇബാറത്താണ് അയാൾ പിടിച്ചത്. എന്നാണ്. അഥവാ പദത്തിൽ പറഞ്ഞ പൊതു നിയമമാണ് പരിഗണിക്കേണ്ടത്, അവതരണ കാരണത്തിൻ്റെ പറഞ്ഞ പ്രത്യേക സാഹചര്യമല്ല പരിഗണിക്കേണ്ടത് എന്ന് റാസി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നോക്കൂ, നിങ്ങൾ സബബുൻ നുസൂൽ പരിഗണിക്കാതെ ആ ആയത്തിൽ പറഞ്ഞ ആമായി പറഞ്ഞ പൊതുവായ നിയമം പരിഗണിക്കണം. നോക്കൂ നിങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തു മാഇദയിലെ 55-ാമത്തെ ആയത്തിലും അതുപോലെ തന്നെ സൂറത്തു ബഖറയിലെ 104-ാമത്തെ വചനത്തിലും അവിടെ ആമായി പഠിപ്പിക്കുന്നത് എന്താണ്? പൊതുവായി പഠിപ്പിക്കുന്നത് എന്താണ്? മരണാനന്തരം മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്താം എന്നതല്ലല്ലോ. അതുപോലെ തന്നെ പ്രവാചകന്റെ വഫാത്തിനു ശേഷം പ്രവാചകനോട് ഇസ്തിഹാസ നടത്താം എന്നല്ല. അങ്ങനെ അതിൽ ആമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് റാസിയുടെ ഈ ഇബാറത്ത് ഉദ്ധരിക്കുന്നത് കൊണ്ട് അഹ്സനിക്ക് വല്ല നേട്ടവും ഉണ്ടാവുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒരൊറ്റ മുഫസ്സിറും ഈ ആയത്തുകളുടെ പരിധിയിൽ മൺമറഞ്ഞു പോയ മഹാത്മാക്കളോടുള്ള സഹായത്തേട്ടമാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് വസ്തുത. ഇനി നോക്കൂ നിങ്ങൾ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രവാചകനെ ഒരു മറക്കപ്പുറത്ത് നിന്ന് വിളിക്കുന്നത് അദബുകേടാണ് എന്ന യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്തു ഹുജറാത്തിലെ ആയത്തെടുത്ത് നോക്ക്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. പ്രവാചകരെ താങ്കളെ ആ റൂമിന്റെ പിറകിൽ നിന്ന് വിളിക്കുന്നവർ അവർ അധികം ആളുകളും ചിന്തിക്കാത്തവരാണ്. വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. പ്രവാചകൻ ഇറങ്ങി വരുന്നത് വരെ അവർ കാത്തിരിക്കുകയാണെങ്കിൽ അതായിരിക്കും അവർക്ക് ഉത്തമമെന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകനെ പോലും മറക്കപ്പുറത്ത് നിന്ന് വിളിക്കുന്നതിലുള്ള അദബുകേട് ഖുർആൻ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, അവർ ചിന്തിക്കാത്തവരാണ്. എന്നാൽ പ്രവാചകൻ ഇപ്പോൾ ബർസഖ് എന്ന മറക്കപ്പുറത്താണ്. അങ്ങനെയുള്ള പ്രവാചകനെ വിളിക്കുന്നവർ നോക്ക്, ഏറ്റവും വലിയ വിഡ്ഢികളല്ലേ. ആ ബർസഖിൽ നിന്ന് പ്രവാചകൻ ഇറങ്ങി വരണം അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. റൂമിലുള്ള പ്രവാചകനെ പോലും പുറത്തു നിന്ന് വിളിക്കാൻ പാടില്ല, അത് പ്രവാചകനോട് കാണിക്കുന്ന അദബുകേടാണ് എന്ന്. ജീവിതത്തിൽ എല്ലാ മേഖലയിലും അദബുകേട് മാത്രം ശീലിച്ച പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം നടത്തി പടച്ചവന്റെ പേരിൽ കളവ് പറയുന്ന അർശനിമാർ ഇവിടെയും അത് മുറ പോലെ നിർവഹിച്ചു എന്നതാണ് വസ്തുത. ഇനി മറ്റൊരു തെളിവായി അവർ ഉദ്ധരിച്ചത് അന സയ്യിദ് ഉൽദി ആദം എന്ന. മുജാഹിദ് പക്ഷത്ത് നിന്ന് സംസാരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് സഹായം തേടാമെന്ന് ആരാണ് പറഞ്ഞത് എന്ന് കൃത്യമായി ചോദിച്ചിട്ട് പിന്നെ ആ വഴിക്ക് വന്നിട്ടേ ഇല്ല അഹ്സനിമാർ. മൂവാറ്റുപുഴയിൽ വെച്ച് ഇവർ പച്ചക്കളവ് പറഞ്ഞിരുന്നു, ഇമാം നവവി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്.
എന്നിട്ട് ഇമാം നവവിയെയും അതുപോലെ തന്നെ ഷൗക്കാനിയെയും അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബലിനെയും പോലെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചാണ് പലപ്പോഴും ഇവരുടെ ശിർക്കൻ വാദങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താറുള്ളത്. ഇവരാരും തന്നെ മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്താമെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജിന്നുകളോ മലക്കുകളോ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് കരുതി അവരെ വിളിച്ചു തേടിയാൽ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ദുആ ആണ് എന്ന് ഇവരാരും പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വിജനമായ സ്ഥലത്തുണ്ടായിരുന്ന ജിന്നുകളെ വിളിച്ച് തേടിയിരുന്നത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ് എന്നാണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹ്ഖ എന്നത് സൂറത്തു ജിന്നിലെ വചനം. വിജനപ്രദേശത്തുണ്ടായിരുന്ന ജിന്നുകളോട് സഹായം തേടിയിരുന്നത് മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്, അത് ശിർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ മുഴുവൻ മുഫസ്സിറുകളും വിശദീകരിച്ചതുമാണ്. നോക്ക് നിങ്ങൾ, ഈ ശിർക്കിന് ഇമാം നവവിയും അഹ്മദ് ബിൻ ഹംബലും ഷൗക്കാനിയും അതുപോലെയുള്ള മൺമറഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാരും ഇമാമുമാരും കൂട്ടുനിന്നു എന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന ഈ അഹ്സനിമാർ ഇവരുടെ പേരിലും കളവ് പറയുകയാണ്. പിന്നീട് വിശദീകരിച്ചിട്ടുള്ളത് ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സഹാബി പറഞ്ഞ ഒരു സംഭവമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ കണ്ണു കാണാത്ത ഒരു വ്യക്തി വന്ന് പ്രവാചകനോട് തവസ്സുല് ദുആഇന് തവസ്സുലാക്കി. പ്രവാചകന്റെ ദാത്ത് കൊണ്ടല്ല തവസ്സുലാക്കിയത്. പ്രവാചകരെ എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് തവസ്സുല് നടത്തി. ആ തവസ്സുല് പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇത് കണ്ട ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കണ്ണു കാണാത്ത ഒരാൾ വന്നപ്പോൾ പ്രവാചകനോട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ തവസ്സുൽ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ തവസ്സുൽ നടത്തിക്കോ എന്ന് ഉസ്മാൻ ബിൻ ഹുനൈഫ് പറഞ്ഞു എന്നാണ് അഹ്സനി ഉദ്ധരിച്ച മൺമറഞ്ഞു പോയവരോട് സഹായം തേടാനുള്ള മറ്റൊരു തെളിവ്. എന്നാൽ ആലോചിച്ച് നോക്കുക നിങ്ങൾ, പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചു ആ വന്ന ആൾക്ക് വേണ്ടി, അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി, അത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്. എന്നാൽ അതിനപ്പുറമുള്ളത് ഉസ്മാൻ ബിൻ ഹുനൈഫ് പറഞ്ഞിട്ടുള്ളതാ. അതിന്റെ സനദിൽ പോരായ്മകളുണ്ട്. ഇനി അതിനപ്പുറം അതൊരു സഹാബി പറഞ്ഞ അഭിപ്രായമാണ്, അതൊരിക്കലും ഇസ്ലാമിൽ തെളിവല്ല. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അതിന്റെ സനദിൽ പോരായ്മയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ അതിൽ സായിദയായി വന്നിട്ടുള്ള ആ ഭാഗം സഹാബിയുടെ അഭിപ്രായമാണ്. അതൊരിക്കലും പ്രവാചകന്റെ അറിയിപ്പല്ല, പ്രവാചകന്റെ നിർദ്ദേശമല്ല. എന്നാൽ പ്രവാചകനോട് ആ കണ്ണുപൊട്ടം നടത്തിയിട്ടുള്ളത് ദുആയിൽ തവസ്സുൽ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്, ദാത്തിൽ തവസ്സുൽ നടത്തിയിട്ടില്ല. അതും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മറ്റൊന്ന് ഹാജറ ബീവിയുടെ സംഭവമാണ്. വിഷയാവതരണത്തിൽ തന്നെ വന്നു, മലക്കിനോട് ഹാജറ ബീവി സഹായം തേടി എന്നാണ്. ശുദ്ധ കളവാണ് ഇവർ പറയുന്നത്. ഒരു ശബ്ദം കേട്ടപ്പോൾ ഹാജറ ബീവി പറഞ്ഞു, തസമ്മഅത അഇദ് ഇൻ കാന ഇൻദക വവാസുൻ, നീ ശബ്ദം കേൾപ്പിച്ചു, നിന്റെ അടുക്കൽ സഹായമുണ്ടെങ്കിൽ നീ എന്നെ സഹായിക്ക്. ശബ്ദം കേൾപ്പിച്ചത് മലക്കാണ് എന്ന് ഒരിക്കലും ഹാജറ ബീബി അറിഞ്ഞിട്ടില്ല, മലക്കാണ് എന്ന് കരുതിയിട്ടുമില്ല. ശബ്ദം കേൾപ്പിച്ച ആളോട് ഹാജറ ബീബി പറഞ്ഞു, നിന്റെ അടുക്കൽ സഹായമുണ്ടെങ്കിൽ നീ എന്നെ സഹായിക്ക്. അപ്പോഴതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചിറകിട്ടടിക്കുന്നു. അങ്ങനെയാണ് സംസം. ഇതും ഇവർ മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതിന് ഉള്ള തെളിവല്ല. പരിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം നടത്തിയതുപോലെ തന്നെ ഈ സംഭവത്തെയും ദുർവ്യാഖ്യാനം നടത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നീട് ചില പ്രസിദ്ധീകരണങ്ങളിൽ വന്ന, പ്രത്യേകിച്ചും ഷബാബിൽ വന്നതൊക്കെ തലയും വാലുമൊക്കെ മുറിച്ച് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം നടത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിഷയാവതരണം മുതൽ ചെറിയ മുണ്ടം എഴുതിയിട്ടുള്ള ഷബാബിൽ രാമന്തളി സൂചിപ്പിച്ചതുപോലെ 20 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു ഭാഗം ദുർവ്യാഖ്യാനം നടത്തി ഇവർ പ്രചരിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 20 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ആ ഭാഗം
2008 മുമ്പ് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ട് അതിലൊന്നും ഇവർ എടുത്തുദ്ധരിച്ചിട്ടില്ല. 2008 ശേഷം സക്കരിയ സലാഹിയും ജബ്ബാർ മൗലവിയും ഒക്കെ എടുത്തു ദുർവ്യാഖ്യാനം നടത്തുന്ന ആ ഭാഗം അവരുടെ മറ്റൊരു വശമായിട്ടുള്ള അഹ്സനിമാരും എടുത്തുദ്ധരിച്ചു എന്ന് മാത്രം. എന്നാൽ ചെറിയ മുണ്ടം അതിൽ ജിന്നുകളോടോ മലക്കുകളോടോ പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥനയല്ലാത്ത സഹായം തേടാമെന്നോ പറഞ്ഞിട്ടില്ല. എന്താണ് താൻ പറഞ്ഞത് എന്ന് വിവാദമുണ്ടായപ്പോൾ 2009 ഡിസംബർ 11 ശബാബിൽ ചെറിയ മുണ്ടം വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരം വായിക്കാവുന്നതാണ്: മുമ്പിൽ മനുഷ്യരെ ആരെയും കാണുന്നില്ലെങ്കിൽ ഏത് ആവശ്യത്തിനും അള്ളാഹുവോട് മാത്രം സഹായം തേടുക എന്നതാണ് ഇസ്ലാമിലെ അംഗീകൃത സമ്പ്രദായം. ഇതിനാണ് നൂറുകണക്കിൽ ആയത്തുകളുടെ പ്രാമാണികമായ ഹദീസുകളുടെയും പിൻബലമുള്ളത്. ഒറ്റപ്പെട്ട ഒരു ഹദീസ് തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് ഇതിന് വിപരീതമായ ഒരു സമ്പ്രദായം സ്ഥാപിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ട ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിലെ അംഗീകൃത നിലപാടുകൾക്ക് ഇളക്കമുണ്ടാക്കാൻ മുസ്ലിയാന്മാർ ശ്രമിച്ചാലും മൗലവിമാർ ശ്രമിച്ചാലും അത് അന്യായം തന്നെയാണ്. മലക്കുകളോടോ ജിന്നുകളോടോ പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥനയല്ലാത്ത സഹായം തേടാമെന്നോ അങ്ങനെ സഹായം തേടുന്നതിന് അള്ളാഹുവോ റസൂലോ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നോ മുസ്ലിം ഒരിക്കലും എഴുതിയിട്ടില്ല. ഇത് വിശദീകരണമാ, തിരുത്തല്ല. എല്ലാം കോട്ടിമാട്ടുന്നത് പോലെ രാമന്തളിയും ഇവിടെ ഒരു കോട്ടിമാട്ടൽ നടത്തിയിട്ടുണ്ട്. ഇത് തിരുത്താണ്, അങ്ങനെ ഷബാബ് തിരുത്തിയിട്ടുണ്ട് എന്ന് ഷബാബ് വിശദീകരിക്കുകയാണ്. വീണ്ടും ഈ ദുർവ്യാഖ്യാനം തുടർന്നപ്പോൾ 2012 സെപ്റ്റംബർ 14 ഷബാബിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതിൽ വീണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. ജിന്നുകൾ ആദർശ ലോകം അടക്കി വാഴുകയാണ്. സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഈ ചർച്ചയിൽ ആദർശത്തിന്റെ അമര ശബ്ദമായ ഷബാബിനെ പോലും ചിലർ ബോധപൂർവം വലിച്ചെടുക്കുകയുണ്ടായി. പകൽ വെളിച്ചത്തിൽ വിതര പ്രദേശത്ത് വെച്ച് വഴിയറിയാതെ നടന്നു നീങ്ങുന്നവൻ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു സഹായം തേടിയാൽ അത് തൗഹീദിനെതിരല്ല എന്ന ശിർക്കൻ ആശയം സമർത്ഥിക്കാൻ വേണ്ടിയുള്ള വൃഥാശ്രമത്തിന്റെ ഭാഗമായി ഷബാബിന്റെ വരികൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ടോ ഉപദ്രവം ഭയന്നുകൊണ്ടോ അല്ലാഹുവല്ലാത്ത ആരെ വിളിച്ചു തേടിയാലും അത് ജിന്നായാലും മലക്കായാലും തൗഹീദിന് വിരുദ്ധമാണെന്ന പ്രഖ്യാപിത ആദർശത്തിൽ നിന്ന് ഷബാബോ അത് പ്രതിനിധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനമോ ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. വളരെ കൃത്യമാണ്. ഷബാബ് അത് വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും പുതിയ ഷബാബിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാണ് ഒരു ഡേറ്റ് ഒക്കെ എടുത്ത് ഷബാബ് ഓഫീസിലേക്കൊക്കെ വിളിച്ചിട്ട് ചില പുകമറകളൊക്കെ സൃഷ്ടിക്കാൻ രാമന്തളിയെ പോലുള്ള ആളുകളൊക്കെ ശ്രമിക്കുന്നത്. ഇറങ്ങാത്ത ഷബാബ് എങ്ങനെ അഹ്സനിമാർ കാണുമെന്ന? ഇറങ്ങിയ ഷബാബിൽ പല തവണ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കാണാത്തവരല്ല അഹ്സനിമാർ. മാത്രവുമല്ല അഹ്സനിമാർ വായിച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ കട്ടുവായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്ന ഭാഗം വിട്ടിട്ടാണ്. അതുപോലെ എന്ന് കൂട്ടിച്ചേർത്തി വായിച്ചാൽ ഏതുപോലെ എന്ന ചോദ്യം വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. കൂട്ടിമാട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയോ പുതിയ ഷബാബ് അതൊരു ഡേറ്റ് മാറി. എന്നിട്ട് പറയുന്ന DTP-യുമായിട്ടാണ് വന്നത്. ഞങ്ങൾ റിസാലയുടെ DTP-യുമായിട്ടല്ല വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിന്റെ DTP-യുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഷബാബിൽ വന്നോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞത് വസ്തുതയാണോ അല്ലയോ എന്നതാണ് പരിശോധിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം ഷബാബ് വിശദീകരിച്ചതിനെ കണ്ടില്ലെന്ന് നടിച്ച് വീണ്ടും ഷബാബ് ശിർക്കൻ ആശയത്തിലേക്ക് പോകുന്നു, ചെറിയ മുണ്ടം ശിർക്കൻ ആശയം പ്രചരിപ്പിക്കുന്നു എന്ന പച്ചക്കളവ് പ്രചരിപ്പിക്കാനാണ് അഹ്സനിമാരും കൂട്ടുകാരും ശ്രമിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, ഉമ്മു സുലൈമയോട് പ്രവാചകൻ ചോദിച്ചു, മാതാ തസ്നഈന, എന്താണ് ഉമ്മു സുലൈമ നീ ചെയ്യുന്നത്? അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, ഞാൻ താങ്കളുടെ വിയർപ്പ് ശേഖരിക്കുകയാണ്. ഇത് ത്വീബാണ്, സുഗന്ധമാണ്. ഇതിലുള്ള ബർക്കത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് ഷബാബിൽ CP എഴുതിയെന്ന എന്താ അത്ഭുതം, എഴുതിയിട്ടുണ്ട്. ത്വീബിൽ നിന്നുള്ള ബർക്കത്ത് എന്താണ് കൂട്ടരെ? ത്വീബിലുള്ള ബർക്കത്ത് ഖുർആൻ പറഞ്ഞല്ലോ, മഴയെ കുറിച്ച് പറഞ്ഞപ്പോൾ ബർക്കത്താക്കപ്പെട്ട വെള്ളം ആകാശത്ത് നിന്ന്
നിന്ന് നാം ഇറക്കിയിട്ടുണ്ട്. എന്താ മഴവെള്ളത്തിലുള്ള ബർക്കത്ത്? വൈബിയായിട്ട് ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കലാണോ അതിൽ നിന്ന്? അല്ലല്ലോ. അതേ രീതിയിൽ ഉമ്മു സുലൈമക്ക് തോന്നി പ്രവാചകന്റെ വിയർപ്പ് സുഗന്ധമാണ് എന്ന്. ആ ഒരു ബർക്കത്ത് തേടി. അതല്ലാതെ വൈബിയായിട്ട് ആ വിയർപ്പിൽ നിന്ന് ഒരിക്കലും അവരാരും ഒരു ബർക്കത്തും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ വൈബിയായി ബർക്കത്ത് ആരിൽ നിന്നെങ്കിലും, അല്ലാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരു തന്നെയാണ്, യാതൊരു സംശയവുമില്ല. വൽ ബർക്കത്തു മിനല്ലാഹ് എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിശ്വാസികളോട് അല്ലാഹ് കൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങിയിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് അതുപോലും തിരിച്ചറിയാതെ ദുർവ്യാഖ്യാനങ്ങളെ കൊണ്ട് രക്ഷപ്പെടാനായിരുന്നു അവരുടെ ശ്രമം. അതേ രീതിയിൽ തന്നെ റഹ്മത്ത്, ഫദ്ല്, നിഅ്മത്ത് എന്നൊക്കെ അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാൽ അത് ശിർക്കാകുമെന്ന് ഷബാബ് എഴുതിയിട്ടുണ്ട് എന്ന് പച്ച നുണ കുഴിപ്പുറം മൊയ്തീൻകുട്ടി സുല്ലമിയുടെ പേരിൽ പറഞ്ഞു ഇവർ. യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ലേഖനത്തിൽ വിശദീകരിച്ചത് എന്താണ്? വൈബിയായിട്ടുള്ള റഹ്മത്ത്, വൈബിയായിട്ടുള്ള ഫദ്ല്, വൈബിയായിട്ടുള്ള നിഅ്മത്ത് അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ് എന്നാ പറഞ്ഞത്. അതല്ലാതെ അല്ലാഹ് റഹ്മത്തും നിഅ്മത്തും ഫദ്ലും ഒക്കെ വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കാണ് എന്നല്ല. വസ്തുതകളെ സത്യസന്ധമായി വിലയിരുത്തുന്നതിനു പകരം വളച്ചൊടിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, കയ്യും കാലുമാണ് ഇവർ കൊണ്ടുവന്ന തെളിവ്. ഒരടിമയെ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ ആ അടിമയുടെ കൈ ഞാനാകും, കാല് ഞാനാകും, കണ്ണ് ഞാനാകും. യഥാർത്ഥത്തിൽ മുഹദ്ദിസുകൾ വിശദീകരിച്ചിട്ടുണ്ട് അത്. ആ കണ്ണുകൊണ്ടും കാലുകൊണ്ടും കാലമോ ദേശമോ ദൂരപരിധിയോ പരിഗണിക്കാതെ വൈബിയായ എല്ലാ കാര്യങ്ങളും അറിയാനും കേൾക്കാനും അങ്ങനെ സഹായിക്കാനും കഴിയുമെന്നല്ല അതിൻ്റെ അർത്ഥം. ആ അടിമ പിന്നീട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം തൻ്റെ കണ്ണുകൊണ്ട് കാണുകയോ കാതുകൊണ്ട് കേൾക്കുകയോ കൈകൊണ്ട് ചെയ്യുകയോ ചെയ്യുകയില്ല എന്നാണ് അതിൻ്റെ ആശയമെന്ന് മുഹദ്ദിസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മൺമറഞ്ഞതിനു ശേഷവും സഹായിക്കാൻ, ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാൻ സാധിക്കുമെന്നതിന് ഈ ഹദീസ് എടുത്ത് ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ഖുർആനിനെതിരായിരുന്നു അവരുടെ വാദം. സൂറത്ത് അഅറാഫിലെ 195-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിച്ചതെന്താ? അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ശക്തികൾക്ക്, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, അലഹും അർജുനും യംശൂന ബിഹാ അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ അം ലഹും അയ്യുനും യുബ്സിറൂന ബിഹാ അം ലഹും ആദാനും യസ്മഊന ബിഹാ. കേട്ടു സഹായിക്കാൻ പറ്റിയ കാത്, കണ്ടു സഹായിക്കാൻ പറ്റിയ കണ്ണ്, പിടിച്ചു സഹായിക്കാൻ പറ്റിയ കൈ, നടന്നു വന്ന് സഹായിക്കാൻ പറ്റിയ കാലുണ്ടോ അവർക്ക്? എന്നിട്ട് വെല്ലുവിളിക്കാൻ പറഞ്ഞു അല്ലാഹ്, ഖുലിദു ശുറകാക്കും സുമ്മ കീദൂനി ഫലാ തുളിറൂൻ. നിങ്ങൾ ജൽപ്പിക്കുന്ന മുഴുവൻ പങ്കാളികളെയും വിളിച്ചോളൂ, എന്നിട്ട് എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കൂ. ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ. ഇത്തരത്തിൽ ആയത്തുകൾ സുവ്യക്തമായി പറഞ്ഞിട്ടും എന്നിട്ടും ഈ ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനം നടത്തി മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്താം എന്ന ശിർക്കൻ ആശയം പ്രചരിപ്പിക്കാൻ ഇവയൊക്കെ ദുർവ്യാഖ്യാനം നടത്തുകയാണ് അസനിമാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈബിയായി ഗുണമോ ദോഷമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നും മാത്രമാണ്. അത് വൈബിയായിട്ട് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അത്തരത്തിൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു സംശയവുമില്ല. അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലുമൊക്കെ ഞങ്ങൾ ചോദിച്ചത് നിങ്ങളെടുത്ത് ആഘോഷിച്ചു എന്ന വലിയൊരു പരാതി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ചോദിച്ചിട്ടെന്താ നിങ്ങൾ മറുപടി പറയാത്തത്? ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യവസ്ഥ എഴുതുമ്പോൾ നിർണയിച്ച വിഷയത്തിൽ നിന്ന് കുതറിച്ചാടാൻ ശ്രമിച്ചപ്പോൾ ആ നിർണയിക്കപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ നിങ്ങളെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കാര്യത്തിൽ ആദ്യത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ജിന്നും സിഹറും മലക്കുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ സ്വാഭാവികമായിട്ടും മാറ്റിവെക്കുകയാണ്. പക്ഷേ
അതിലുള്ള ഞങ്ങളുടെ വീക്ഷണം എന്താണ് എന്ന് ഈ ചോദിക്കുന്ന അഹ്സനിമാർക്ക് തന്നെ അറിയാം. ഞങ്ങൾ കേരളക്കരയിൽ മുഴുവൻ അത് വിശദീകരിച്ചതാണ്. അഥവാ വൈബിയായിട്ട് ജിന്നിനോടോ മലക്കിനോടോ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള തേട്ടം അത് ശിർക്ക് തന്നെ, യാതൊരു സംശയമില്ല. പക്ഷെ ചക്കരപ്പറമ്പ് എന്തിനാ ഞങ്ങൾ എടുത്തിട്ടത്? അതുപോലെ തന്നെ മട്ടാഞ്ചേരി അവിടെ വ്യവസ്ഥ എഴുതുമ്പോൾ ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് ഷിർക്കാണ് എന്ന് ഹനീഫ, അനസ് നിങ്ങൾ പറയുന്നത് പോലെ ജിന്നെ കാക്കണേ, മലക്കെ സഹായിക്കണേ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ സഹായത്തേട്ടം ഷിർക്കാണ് എന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനു മറുപടി പറയാതിരുന്നപ്പോഴാണ് അതെടുത്തിട്ടാണ് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ജിന്നുകളോടുള്ള സഹായത്തേട്ടം, മലക്കുകളോടുള്ള സഹായത്തേട്ടം ഒരു വ്യവസ്ഥയായി എഴുതി അതിൽ വാദപ്രതിവാദം നടത്താൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ അതായിരുന്നു വസ്തുത. എന്നാൽ എല്ലായിടത്തും തെറ്റിദ്ധരിപ്പിക്കാൻ കളവും വഞ്ചനയും നടത്തുന്ന അഹ്സനി ഇവിടെയും അതിനൊരു ശ്രമം നടത്തി. പക്ഷെ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹുസൈൻ മടവൂർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് ഈ വാദമില്ലെന്ന് പലപ്പോഴും അയാൾ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ തുടക്കം മുതൽ ഈ വാദപ്രതിവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച ഇവർ അവസാനം വരെ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പിന്നീട് മറ്റൊന്ന് സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ കൃത്യമായി വ്യക്തമാക്കി, വളരെ കൃത്യമാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതൻ ചെയ്തു എന്ന് പറയുന്ന ആ സിഹർ, ആ മാരണം, അതിന് ഫലമുണ്ടെന്ന് അമാനി മൗലവിയോ അലവി മൗലവിയോ മൂസാ മൗലവിയോ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല. അത് അത് തെളിയിക്കാൻ ഇവർക്ക് സാധ്യവുമല്ല. അത് വളരെ കൃത്യമാണ്. അഥവാ വൈബിയായിട്ട് ഷെയ്ത്താന് നമ്മെ ഉപദ്രവിക്കാൻ പറ്റും, ഷെയ്ത്താന് നമുക്ക് ദോഷം വരുത്തി വെക്കാൻ കഴിയും, ഷെയ്ത്താന് നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം അതിൽ വരുന്നു. അത് ഹനീഫ പറഞ്ഞതുപോലെയല്ല ഞങ്ങളുടെ വാദം. അങ്ങനെ വൈബിയായി ഷെയ്ത്താന് സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്, തേടിയാലും ശിർക്കാണ്. വിശ്വസിച്ചാൽ വിശ്വാസത്തിൽ ശിർക്ക് വന്നു, തേടിയാൽ പ്രവർത്തനത്തിലും ശിർക്ക് വന്നു. രണ്ടും ശിർക്കാണ്. അതല്ലാതെ അഹ്സനി കരുതിയത് ഹനീഫ മൗലവിയുടെ അഭിപ്രായമാണ് ഞങ്ങൾക്കതിൽ എന്നല്ല. ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിലുള്ള അഭിപ്രായമാണ് അതിലുള്ളത്. ഇതു തന്നെയാണ് സലാം സുല്ലമിയും എന്ത് ചെയ്തിട്ടുള്ളത്, വ്യക്തമാക്കിയിട്ടുള്ളത്. മലക്കുകളുടെ സഹായം അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ എടുത്തിട്ട് കൂട്ടിമാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ തൗഹീദും നവയാഥാസ്ഥികരുടെ വ്യതിയാനവും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, ആ പുസ്തകം സിഹിറിനെ കുറിച്ച് പറയാൻ അഹ്സനി എടുത്ത് ധരിച്ചിട്ടുണ്ട് വിഷയാവതരണത്തിൽ. പക്ഷെ അതിന്റെ 71, അതേ പുസ്തകത്തിൽ 71 മുതൽ 73 വരെയുള്ള പേജുകളിൽ എന്താണ് മലക്കുകളോടുള്ള സഹായത്തേട്ടത്തെ കുറിച്ച് താൻ ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ മലക്കുകൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസം, അഥവാ വൈബിയായിട്ട് അവർക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം, അത് ശിർക്കാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ മലക്കിലൂടെ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാവുമ്പോൾ മലക്ക് സഹായിക്കും. അഹ്സനി പറഞ്ഞതുപോലെ ഞാൻ ഓതിയ ആയത്ത് ആ സൂറത്തു റാഅദിലെ 11-ാമത്തെ ആയത്തിന്റെ ശേഷമാണല്ലോ, മുമ്പാണല്ലോ എന്നൊക്കെ അഹ്സനി പറഞ്ഞല്ലോ. സൂറത്തു റാഅദിലെ 14-ാമത്തെ ആയത്താണ് അബ്ദുൽ ലത്തീഫ് പാരായണം ചെയ്തിരുന്നത്. അതിനു മുമ്പ് 11-ാമത്തെ ആയത്തിൽ അള്ളാഹ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ സഹായിക്കും. സ്വയം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാനുള്ള കഴിവ് മലക്കുകൾക്കില്ല. അള്ളാഹു നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മലക്കുകളിലൂടെ നടപ്പാക്കുന്നു എന്നു മാത്രം. ഇതും സലാം സുല്ലമി വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടും
കോട്ടിമാട്ടലുകളുടെ ഉസ്താദുമാരായ അസനിമാർ കോട്ടിമാട്ടി വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും തടിയുരാനാണ് ശ്രമിച്ചത്. ഇടക്ക് വാദപ്രതിവാദം നിർത്തിവെക്കുവാനുള്ള ശ്രമങ്ങളെയും മുജാഹിദ് പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ ബഹുമാന്യരായ മധ്യസ്ഥന്മാരും ഇടപെട്ട് വളരെ യുക്തിപൂർവം ആ ശ്രമത്തെയും പരാജയപ്പെടുത്തുകയായിരുന്നു. പ്രമാണങ്ങൾ ഉദ്ധരിക്കാതെ പരിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ സ്ഥിരപ്പെട്ട ഇജ്മാഇൽ നിന്നോ വ്യക്തമായ ഖിയാസിൽ നിന്നോ ഈ പ്രമാണങ്ങളിൽ നിന്ന് ഒന്നും ഉദ്ധരിക്കാതെ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ചില പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിലെ വരികൾ അടർത്തിയെടുത്ത് വായിക്കുകയാണ് യഥാർത്ഥത്തിൽ അസനിമാർ ചെയ്തിട്ടുള്ളത്. ഇത് ഈ CD കാണുന്ന ആർക്കും വ്യക്തമാവും. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ചരിത്രത്തിൽ ഒരു പൊന്തൂവൽ കൂടി തുന്നിച്ചേർത്തിരിക്കുകയാണ്. ഇത് കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്തയുടെ സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അശനിമാർക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും ഏതായാലും ഈ മേഖലയിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ പടച്ച തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, RM റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, RM റോഡ്, കോഴിക്കോട്. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب أفمن حق عليه كلمة العذاب أفأنت تنقذ من في النار